എത്തി. അതെ, ഇവിടെ പ്യൂർ പെട്രോ 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 നമുക്ക് കയറേണ്ടത് ഇതിൽ ആ സെക്യൂരിറ്റി നിൽക്കുന്നതിനോടൊന്ന് ലെഫ്റ്റിലോട്ട്, അതായത് ഫ്രണ്ട് പോയിട്ട് ലെഫ്റ്റ് ഹാൻഡ് റിവേഴ്സ് നോക്കണം അതിനകത്തേക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവിടെ പോയി നോക്കണം എങ്ങനെയാണ് സെറ്റപ്പ്. അങ്ങോട്ട് പോയില്ലായിരുന്നു, വണ്ടി അവിടെ വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അവിടെ സ്ഥലമൊക്കെ കണ്ട് തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്ത് നേരെ ലെഫ്റ്റ് ഹാൻഡ് റിവേഴ്സ് അതിനകത്തേക്ക് കയറ്റിയാൽ മതി. അതൊന്നും നോക്കണേടാ, ലെഫ്റ്റിലേ ഞാൻ റിവേഴ്സ് എടുക്കുമ്പോഴേ ലെഫ്റ്റ് മൂലം മുകളിൽ കൊണ്ടുവന്നാന്ന് പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റില്ല. അതെ, മാക്സിമം നോക്കാം. ഇവിടെ ഈ സാധനം നിൽക്കലോണ്ട് തെറ്റിട്ടുണ്ട്. ഇല്ല നമ്മ വരണോ
ആ സൈഡ് കുഴപ്പമുണ്ടോ എന്ന് നോക്കി ജസ്റ്റ് വീതിയുണ്ടോ? വഴിയുണ്ട്. ആ പറയാൻ ഇവിടെ വണ്ടി കയറിയിട്ടില്ല, ആദ്യമായിട്ട് വണ്ടി കയറുന്നുണ്ട്. അതാണ് എല്ലാവരും ആകാംക്ഷയോട് നോക്കിയിട്ടുള്ളത്. മാറ് ഞാൻ പോട്ടെ, മാറങ്ങട്. ആ മാറ് മതി സ്നേഹിച്ചത് മതി. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തരാം എന്തായാലും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, കെട്ടിപ്പിടിക്കൊരു കാലല്ലേ. ആ മാറ് മതി. അവിടെ ഇരുന്നു കടിക്കല്ലേ. വണ്ടി ഇവിടെ ഇട്ട് അപ്പോൾ ഒരു പട്ടിക്കുട്ടി പറഞ്ഞിട്ട് വില അബ്ബൻ. ആ വെറുതെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വട്ടം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഒരു വണ്ടി ആ കണ്ടില്ലാത്ത വിധത്തിൽ. പിന്നെ ഇവരുടെ കമ്പനിയുടെ ലാസ്റ്റത്തെ കമ്പനി വെറുതെ എവിടെ എന്താ കാര്യം എന്താ? ആ ലേസൊക്കെ എടുത്ത് വലിച്ച് കടിച്ച് പൊട്ടിക്കണം സാറ്. അപ്പോൾ ഈ കമ്പനിയുടെ അകത്തേക്ക് ആദ്യമായിട്ടാണ് 40 കയറ്റുന്നത് ഇവിടെ ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് ആ സ്പേസ്, കറക്റ്റ് ടൈറ്റാണ്. അപ്പോൾ നമ്മുടെ കിളിയുടെ കോക്കിളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിട്ട് വണ്ടി കയറ്റാൻ പറ്റി. സൂപ്പർ ടീമാണ്. കമ്പനിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ ചെക്കന് 2 സാധനം മേടിച്ചു കൊടുത്തു. അടിപൊളിയല്ലേ? അതാണ് ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെയൊക്കെ കിട്ടും, പല സാധനം കിട്ടും. അത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലോഡിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുക്കാൻ വേണ്ടി പോകണേണ്. ഇങ്ങോട്ട് കയറ്റിയ സമയത്ത് നല്ല റിസ്ക് ആയിരുന്നു.
നമ്മുടെ ലോഡിങ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത്. അപ്പോൾ പതുക്കെ അമ്മേനെയും മോനെയും കൂട്ടി പതുക്കെ ഒന്ന് ലുലുവിലോട്ടോ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് അല്ല തിരുവനന്തപുരം സിറ്റി ആ ഭാഗത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. രാവിലെ കൂടിയവന് ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ലുലുവിലൊക്കെ പോയി കറങ്ങി തിരിച്ചു വന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സാധനം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഒരു ലേസിൻ്റെ കഷ്ണം അടിച്ചു കൊടുത്തിട്ട് തിന്നണില്ല. അവൻ്റെ കമ്പനിയിലത്തെ ആൾക്കാരൊക്കെ പോയപ്പോൾ അവനൊരു പേടി പോലെ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഇവിടെ നിന്നാണ് ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടത്. അപ്പോൾ കമ്പനിയിൽ എല്ലാവരൊക്കെ പോയി. ഞങ്ങളിപ്പോൾ ലുലുവിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ വന്ന് കൂട്ടായവൻ ഇപ്പോഴും കൂട്ട് തന്നെ പോയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് ആ വഴിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ്ട് പോകേണ്ടത്. നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റാണ് രാവിലെ ഇങ്ങോട്ട് കയറ്റിയിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ലെഫ്റ്റ് കണ്ട് റിവേഴ്സാണ് ഇങ്ങോട്ട് കയറിയത്. ഇനിയിപ്പോൾ റൈറ്റ് കണ്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ സുഖമാണ്, കുഴപ്പമില്ല. അവിടെ ലൈനും കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് സൈഡിൽ ഫ്രീ ആണ്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് ലെഫ്റ്റ് ചേർത്തിട്ട് നേരെ ഫ്രണ്ട് പോയിട്ട് റൈറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പറ്റേ വരുമെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് കറക്റ്റായിട്ട് പോകാൻ പറ്റും. വണ്ടി പതുക്കെ മൂവായിട്ടാ. ഈ ലൈനൊക്കെ നോക്കി വേണം സ്റ്റാർട്ട് ആക്കാൻ. രാത്രി ബസ് ഓടിക്കുന്നവരെ ഓടിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ. ലൈൻ പൊട്ടി ഇവിടെ ഈ കടകട്ട ലൈനൊക്കെ പൊക്കി കെട്ടാൻ പാടില്ല. ഇത്രയും വലിയ വണ്ടിയൊക്കെ വന്നതല്ലേ. കുഞ്ഞു വഴിയാണ് കേട്ടോ. അതിൽ വണ്ടിയാണെങ്കിൽ നല്ല പടപടാന്ന് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഭയങ്കര സ്ലോയിൽ നോക്കി എന്തോരം വണ്ടിയാണ് വന്നത്, ഒരു രക്ഷയില്ല. ഇത്ര രാത്രിയായിട്ട് ഇറങ്ങാൻ നിങ്ങൾക്ക് ഒരുപാട്. സാധാരണ നമ്മുടെ അവിടെയൊക്കെ ഉള്ള ഇടവഴിയുടെ പത്രം അതും നല്ല വളവ്. ഓടിച്ചിട്ട് വേണം വണ്ടി കയറ്റി തന്നെയാണ്. ഇത്ര വലിയ വണ്ടി കണ്ടിട്ട് ഇത് ആകും. പാലത്തിനായിട്ടാണ് ഇറങ്ങി. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് പോന്നാൽ മതിയായിരുന്നല്ലേ. എനിക്ക് മിററിൽ കൂടി കാണാൻ പറ്റും.
പാല് വളർന്നു വന്നത്. പാല് ഇത്രയും വഴിയിൽ വണ്ടി വീട്ടിൽ തന്നെ കണ്ടാൽ കുഞ്ഞ് വീട്ടിൽ എങ്ങനെ പോയാൽ ഇടയിൽ കൂടി കുത്തിത്തിരിക്കുന്നത് കേട്ടാൽ നോക്കും. ദൈവം സമ്മതിക്കണം. റോഡ് കാണാനായി കയറി കിട്ടിയാൽ മതി. രക്ഷപ്പെട്ടു. സന്തോഷമായി. കൂടി കാണാം. വളരെ നല്ലത്. അങ്ങനെ ഏരിയായി കിട്ടി. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണ് ഈ സൈഡിൽ കൊണ്ടുവന്നാണ് വണ്ടി ഒതുക്കിയിട്ട് മറ്റേ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആരുമില്ല അങ്ങോട്ട്. ഇപ്പം നമുക്ക് തിരക്ക്. അപ്പം നമുക്ക് ഫുഡ് അടിക്കണം. അപ്പം വല്ല സഫ്രയുടെ ദോശ കഴിക്കാമെന്ന് വെച്ചാൽ. പിന്നെ ചപ്പാത്തി മേടിച്ചതുണ്ട്, കുറച്ച് കറിയുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പതുക്കെ പതുക്കെ പോകാൻ പറ്റുമോ? അതൊന്നത് കാലിക്കാണ്. കാരണം ഇത് കോയമ്പത്തൂരിൽ ഞാൻ ഫണ്ട് കയറ്റാൻ വേണ്ടി പോയിട്ടുണ്ട്. നല്ല ഓർമ്മ ഒരു വണ്ടി മുൻപേ ഉണ്ടായ അതിന് കുഴപ്പമാണ്. ഒരു വണ്ടി മുൻപേ ഉണ്ടായില്ല. ഞാനും അല്ലല്ല ട്രെയിലർ, ഇത് വേറെ അല്ലേ. കൊല്ലം ബൈപ്പാസായി. സമയം 10:30. അങ്ങനെ ചേർത്തല വരെയായി വണ്ടി. ചേർത്തല എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കിളിക്ക് വിശക്കാൻ തുടങ്ങി. കിളിക്ക് ഓംപ്ലേറ്റ് മേടിച്ച് കൊടുത്തത്. അങ്ങനെ ചേർത്തലയിൽ നിന്ന് ചായ കുടിച്ച് കുമ്പളം ടോള് പാസ്സാണ്. നേരെ കുമ്പളം ടോള് വൈറ്റില വഴി നേരെ പാലാറോടത്തോണ്ട് വണ്ടി ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് തിങ്കളാഴ്ച വന്നിട്ട് വേണം ഇത് ഇറക്കുന്ന കാര്യം തീരുമാനിക്കും. സമയം ഇപ്പോൾ 2:33 വെളുപ്പിന്. ഇവിടെ ഒരു കിളി ഉറങ്ങാണ്ടിരിക്കുന്നു. ഇപ്പോഴും 2:30 വല്ലാറോടത്തേക്ക് എത്തിയിട്ടില്ല. അതിപ്പോൾ അതേ ഇവിടെ എവിടെ എത്തി? പനങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് എടുക്കും. അങ്ങനെ അവസാനം വണ്ടി ഓടിച്ചെത്തി, എല്ലാവരും അടുത്തെത്തി. അപ്പോൾ GDKL മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അവന്മാർ ഗേറ്റ് തുറക്കില്ല, 6 മണിക്കേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞത്. അവസ്ഥ
ഇത്രയും ദൂരം ഓടിച്ചിട്ട് വന്നിട്ട് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ഇനി 2 മണിക്കൂർ ഇവിടെ കുത്തിയിരിക്കണം. 4 മണിയായിട്ടുള്ള ഇതുവരെ അവർ കിടന്നുറങ്ങണേ അവിടെ. ഇത് ലോഡും വണ്ടിയും സെൽഫ് സീലും ആയതുകൊണ്ട് പുറത്തിട്ടിട്ട് പോകാനും പറ്റില്ല. ഇത് അകത്ത് തന്നെ കയറ്റിയിടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പണിയാണ് ഇതൊക്കെ. എത്ര നേരത്തെ വന്നാലും കാര്യമില്ല. ഒരിക്കൽ അവരുടെ ടൈമിനെ അവർ തുറക്കുള്ളൂ. ഇവിടെ സെക്യൂരിറ്റി 2 ഉണ്ട്. 2 സെക്യൂരിറ്റി ഉണ്ട് അവിടെ. 2 പേരും അവിടെ പൊതിച്ചു കൂടിക്കിടന്ന് ഉറങ്ങണേ. ചോദിച്ചപ്പോൾ പറഞ്ഞ പറ്റിയല്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്താ പാർക്കിങ്ങിലും കൊണ്ടിടാൻ പറ്റില്ല. ഒന്നും സീൽ ചെയ്തിട്ടില്ല. ഇത് ഡമ്മി സീൽ ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പാർക്കിങ്ങിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി രാവിലെ വെളുപ്പിനെ കൊണ്ടുവന്നിട്ട് വണ്ടി ചിടിക്കലിൽ കൊണ്ടുവന്ന് കയറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി എടുത്ത് വെള്ളാറോടത്തോണ്ട് ഓർഡർ ആക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് വണ്ടി നേരെ റിവേഴ്സ് എടുത്തിട്ട് അവിടെ നിന്ന് തിരിക്കണം. വണ്ടിയുടെ അപ്പുറത്തുകൂടി എടുക്കണം. വണ്ടി റിവേഴ്സ് എടുക്കണം. ഫ്രണ്ടിലേക്ക് പോയാൽ വണ്ടി തിരിക്കാനുള്ള സ്പേസ് ഇല്ല. നമുക്ക് ഈ വണ്ടി എടുത്ത് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് റിവേഴ്സ് ഇടണം കുറച്ച്. എന്നാലേ തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ മാറ്റി ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ അപ്പുറത്തോട്ട് സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോവാം. ഇവിടെ ഇട്ട് കഴിഞ്ഞെങ്കിൽ വണ്ടിയെല്ലാം വട്ടം വന്നെടുക്കുന്നത് ബ്ലോക്കായിരിക്കും. അത് കാരണം വെയിറ്റിങ്ങിലാണ്. നമ്മളോട് വണ്ടി എടുത്ത് ഗേറ്റിലേക്ക് ചെല്ലാൻ വേണ്ടി പറയാനുണ്ട്. അപ്പോൾ ആ സീലൊക്കെ ഇടണം. അപ്പോൾ ഈ സീല് കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ.
ആ ഗേറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഗേറ്റിൻ്റെ പാസ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ പാസ് മേടിച്ച് അങ്ങോട്ട് പോയാൽ മതി. നോക്കാം. ഓക്കെ, നമുക്ക് ഇറക്കാനുള്ള ഫോം ലെറ്റേക്ക് അടിച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് വന്നവർക്കിൻ്റെ ഉള്ളിൽ കൊണ്ട് സ്റ്റാക്ക് ചെയ്താൽ മതി. അപ്പോൾ ടി സി വന്നിട്ടുണ്ട്. ബാക്കിലെ വണ്ടിയിൽ നിർത്തുമെന്നാണ് വിചാരിച്ചത്. ബാക്കിൽ 2 വണ്ടി ഇറക്കാനുണ്ടായിരുന്നു, അത് നിർത്തിയില്ല. നമ്മൾ തന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടി സി എത്തി. അപ്പോൾ ടി സിയിലേക്ക് നമുക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം, ബാറ്റിങ്ങിനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റെ പൊസിഷൻ മനസ്സിലാവും, എവിടെ വെക്കണ്ടേ. അപ്പോൾ വണ്ടിയുടെ പുറത്തുനിന്ന് ആ കണ്ടെയ്നർ പോയി, ഈ പണി അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വണ്ടി കൊണ്ടിട്ട് ആ ഇതിൻ്റെ ഡ്രൈവറുണ്ട്, അപ്പോൾ ആ ഡ്രൈവറിൻ്റെ കയ്യിൽ വണ്ടി ഏൽപ്പിക്കണം. നേരെ ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് പോകണം. ആ പരിപാടി. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഈ ബാറ്റ് ഇവിടുത്തെ ഈ ഓഫീസിലേക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു പേപ്പർ ഈ സ്ലിപ്പ് അടിച്ചിങ്ങനെ കിട്ടും. അപ്പോൾ അതുമായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം.